ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് പുട്ടും ചിക്കൻ കറിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി ചിക്കൻ കറിയാണ്, അതുപോലെ തന്നെ പുട്ടും സ്പെഷ്യലാണ്. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി മസാലപ്പൊടി 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പും. പിന്നെ ഞാനിതിൽ തക്കാളി ഉപയോഗിക്കണില്ല. നാടൻ ചിക്കൻ കറിക്ക് എപ്പോഴും തക്കാളി ഉപയോഗിക്കാത്തതാണ് ടേസ്റ്റ്. അപ്പോൾ എന്നാൽ ഇത്തിരി പുളി വേണമല്ലോ, അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് ചേർത്തത്. പിന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും ഏറ്റവും നല്ലത് വിനാഗിരിയാണ് കേട്ടോ. മറ്റുള്ളതിനേക്കാളൊക്കെ നല്ലത് വിനാഗിരിയാണ്. അപ്പോൾ എല്ലാതും മിക്സ് ചെയ്ത് അത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വേറെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2-3 കപ്പ് പുട്ടുപൊടി തരിതരിപ്പുള്ള അധികം വറവില്ലാത്ത പുട്ടുപൊടി എടുക്കുന്നത് തന്നെയാണ് പുട്ടിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്കൊരു 3-4 കൊച്ചുള്ളി, അതുപോലെ കുറച്ച് ജീരകവും ഉപ്പും കൂടി ഇട്ടിട്ട് കൂട്ടിത്തിരുമ്മി ആദ്യം തന്നെ ഒന്ന് വയ്ക്കുക കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് നാളികേരപ്പാലാണ് കേട്ടോ. അപ്പോൾ ഇത് സമയമുള്ളൊരു ദിവസമൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചിക്കൻ തരക്കടിച്ച് രാവിലെ ഒന്നും ചെയ്യാൻ അത്ര പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി സൺഡേക്ക് ഞാൻ മാറ്റി വെച്ചത്, സൺഡേ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു 1.5 നമ്മൾ എടുക്കണതിനനുസരിച്ച് കേട്ടോ. 1 കപ്പ് 1.5 കപ്പൊക്കെ വേണം. അപ്പോൾ അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 1-ാം പാൽ എടുത്താൽ മതി. 2-ാം പാൽ നമുക്ക് ചിക്കൻ കറിയിലേക്ക് ഞാൻ ഒഴിക്കുകയാണ് ചെയ്തത്, 1-ാം പാൽ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഇത്തിരി കൂടുതൽ തന്നെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേക്കും ആ പൊടിയും ഈ തേങ്ങാപ്പാലൊക്കെ മിക്സായി നല്ല അടിപൊളി കറക്റ്റായിട്ട് വന്നോളും. ഇനിയിപ്പോൾ കറക്റ്റായി വന്നില്ലെങ്കിലും ബാക്കിയുള്ള ടിപ്പ് ഞാൻ പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഇത്തിരി വെള്ളം കൂടിയാലും ഇത്തിരി വെള്ളം കുറഞ്ഞാലും ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചീനച്ചട്ടി വെച്ച് ഇനി നമുക്ക് ചിക്കൻ കറിയുടെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ അത് ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ അത് ഒഴിച്ച് കൊടുക്കണത്. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവരുടെ പിള്ളേർക്ക് ഫ്രൈ ആക്കിയിട്ട് വെക്കണ കറിയാണ് കൂടുതൽ ഇഷ്ടം. ചിലപ്പോഴൊന്നും ഞാൻ ചെയ്യാറില്ല, ഇന്ന് പക്ഷേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ബാച്ചായിട്ട് വറുത്താലാണ് ശരിയാവുക. അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ പാത്രം എടുക്കണം. വേറൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വലിയൊരു പണിയില്ല. അതിലേക്ക് വെളുത്തുള്ളി തോലോടുകൂടി, ഇഞ്ചി ഒരു കഷ്ണം, പിന്നെ വേണമെങ്കിൽ പെരിഞ്ചീരകം, ഇതൊക്കെ ഞാൻ പൊടികളാണ് എല്ലാതും ചേർക്കണത്. അപ്പോൾ അതിന് പകരം കൂട്ടുകാർക്ക് വേണമെങ്കിൽ അതൊക്കെ മുഴുവനായിട്ടുള്ളത് ഈ വറക്കണേക്കൂടെ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടിയും അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ചേട്ടൻ്റെ എനിക്ക് കൊത്തി തരികയാണ് ചിക്കൻ കറിക്കുള്ളത്. അപ്പോൾ ഇത് വറക്കലും ചിക്കൻ ഫ്രൈ ആക്കലും രണ്ടും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യണത്, വേഗാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആയി അത് കോരി മാറ്റുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പുട്ടിലേക്കുള്ളൊരു സീക്രട്ടാണ് ഒരു കഷ്ണം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ, ഓയിൽ അത്ര നന്നാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ക്യാരറ്റ് ചെറുതായി അരിയാണ് ചെയ്തത്. ഗ്രേറ്റ് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. എനിക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ശരിയായില്ല, അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ നാളികേരം അത്യാവശ്യം വറവായി. തീ ഓഫ് ചെയ്തു. അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയും ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പോഴേക്കും നമ്മുടെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇനി അത് കൈകൊണ്ട് ഉടച്ച് അങ്ങനെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ കൈകൊണ്ടൊന്നും ഇങ്ങനെ ആക്കിയാലും മതി. ഇനിയിപ്പോൾ ഇതിലിത്തിരി നാളികേരപ്പാൽ നമ്മൾ അറിയാണ്ട് കൂടി പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന നേരത്ത് അതിലേക്ക് 1 ടീസ്പൂണ് പൊടിയൊന്നും ഇട്ടിട്ട് ക്രഷ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇനി വെള്ളം കുറവായി എന്ന് വിചാരിച്ചാൽ 1 ടീസ്പൂണ് തേങ്ങാപ്പാൽ ഒഴിക്കുക. അങ്ങനെ റെഡിയാക്കുക കേട്ടോ. പിന്നെ ഈ ഒരു മിക്സ് നമ്മൾ ശരിക്കും ആ പൊടിയിലിട്ട് മിക്സ് ചെയ്യാണ് ശരിക്കും വേണ്ടത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ പക്ഷേ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയിൽ തന്നെ ചേർക്കുക ചെയ്തത്. നമുക്കിതിൽ ഭംഗിയും പ്രാധാന്യം ഉണ്ടല്ലോ. അതിനിടയ്ക്ക് നമ്മൾ നാളികേരം പോയി അരച്ചെടുത്തു. ചിക്കൻ എല്ലാതും വറുത്ത് കഴിഞ്ഞു കേട്ടോ. അതേ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെന്താ പറയുക നാളികേരക്കൊത്ത് ഇല്ലാത്ത നാടൻ ചിക്കൻ കറിയിൽ നാളികേരക്കൊത്ത് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ പുട്ടുണ്ടാക്കണേൽ ഉപയോഗിച്ച നാളികേരപ്പാൽ ഇത്തിരി ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പോൾ തന്നെ അറിയാമല്ലോ കൂട്ടുകാർക്ക് ഇത് എത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അങ്ങനെ അതൊന്ന്
തിളച്ചതിന് ശേഷം മാത്രം ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തിളയ്ക്കും, എല്ലാതും റെഡി ആയിരിക്കണതല്ലേ. അങ്ങനെ തിളച്ച് നമ്മുടെ ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഒന്ന് തിളയ്ക്കണം, തിളയ്ക്കുന്നേ വേണ്ടോ, തിളച്ചൊന്ന് എന്താ പറയുക, ആ കഷ്ണങ്ങളും ചാറും ഒക്കെ ഒന്ന് യോജിച്ച് ഒരു പെരളൻ രൂപത്തിലാവുന്നതാണ് നല്ലത്. കുറച്ച് ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം കേട്ടോ. കൂടുതലിടണോ കുറവിടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. പിന്നെ ഇത്തിരീശ് ചാറോട് കൂടി നമ്മൾ തീ ഓഫ് ചെയ്യാൻ നല്ലത്, അതിലിരുന്നൊന്ന് കുറുതാവുമല്ലോ. പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, തീ ഓഫ് ചെയ്തു. ഇത്രയുള്ള നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടി എന്ന് പറയുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വറുത്തിട്ട് നാളികേരമൊക്കെ വറുത്തരച്ച് അതേ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാത്തത്. പിന്നെ ഈ പുട്ടിന് എന്നൊക്കെ പറയുന്നത് നാടൻ രീതിയിൽ ചിക്കൻ കറി വെക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. അങ്ങനെ ചിക്കൻ കറി പാകായോടുകൂടി അത് മാറ്റി വെച്ച് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പുട്ടിൻ്റെ ഇതാണ് എടുത്തത് കേട്ടോ, നീളത്തിലുള്ളത് എടുത്തില്ലേ, ഇതെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ ഇത് കൂട്ടുകാർ മറക്കണ്ട, നമ്മുടെ നാളികേരത്തിൻ്റെ ക്യാരറ്റിൻ്റെ മിക്സ് ഈ പൊടിയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇത് ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചേർത്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലും കുറച്ച് നാളികേരം ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ അതാ അങ്ങനെ മൂടി വെച്ച് കമത്തുമ്പോൾ മറ്റു ഭാഗത്ത് കൂടുതലിടുമ്പോഴല്ലേ ഭംഗി ഉണ്ടാവുക, അത് കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ട് വേവാൻ എത്ര സമയം വേണമെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. പിന്നെ സൺഡേയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നോക്കിയപ്പോഴേ ശനിയാഴ്ച ഇട്ട വീഡിയോ അത്ര കയറിയിട്ടില്ല. അപ്പോൾ അത് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടും ചിക്കൻ കറിയും കൂട്ടി കഴിക്കുക. അപ്പോൾ സൺഡേയിൽ ഉച്ചയ്ക്കല്ല കേട്ടോ, വൈകുന്നേരം സന്ധ്യയ്ക്കാണ് ഞങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റെന്നോ ഡിന്നറിനോ എന്ത് വേണമെങ്കിലും പറയാം. ഞങ്ങൾ ഡിന്നറായിട്ടാണ് ഉപയോഗിച്ചത്. പിന്നെ രാവിലെയൊക്കെ ചിക്കൻ കറി കൊടുത്താലും പിള്ളേർ അങ്ങനെ അങ്ങോട്ട് കഴിക്കാറില്ല. മുടക്ക് ദിവസം വെച്ചാൽ കഴിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്കൂളുള്ള ദിവസം വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അച്ഛനും മോനും കഴിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആരും അങ്ങനെ വലിയൊരു കുറ്റമൊന്നും പറയില്ല. എന്ത് റെസിപ്പി പരീക്ഷണം ഇവിടെ കുഴപ്പമില്ല, വിജയിച്ചോളും, എല്ലാവരും കഴിച്ചോളൂ കേട്ടോ. ഇന്നത് പറ്റില്ല ഇന്നത് പറ്റും എന്നൊന്നുമില്ല. ടേസ്റ്റുള്ള ഫുഡ് എന്തായാലും അവരെല്ലാവരും കഴിച്ചോളും. അത് കാരണം എനിക്ക് നല്ല സുഖമാണ് കേട്ടോ. എന്ത് പരീക്ഷിച്ചാലും യാതൊരു വക വിരോധമില്ല. ചേട്ടൻ്റെ വക, ചേട്ടന് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ചേട്ടനല്ലല്ലോ, ശ്രീകുട്ടനല്ലേ ടേസ്റ്റ് ചെയ്യാൻ വന്നത്. എന്തും ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന ആൾ എപ്പോഴും ചേട്ടനായിരിക്കും. പിന്നെ ഞങ്ങളിത് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. ആദ്യം വിശന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ പതുക്കെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് എല്ലാവർക്കും ആയിട്ട് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് എഴുതാനൊന്നും മറക്കില്ലല്ലോ.